ഹലോ നമസ്കാരം എല്ലാവർക്കും. കഴിഞ്ഞ ആഴ്ചത്തെ വീക്കിലി പോഡ്കാസ്റ്റ് വീഡിയോയിൽ മാർക്കറ്റ് ഔട്ട്ലുക്ക് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ ഹോസ്പിറ്റൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ മുൻപ് തന്നെ ഹോസ്പിറ്റൽ സെക്ടറിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഹോസ്പിറ്റൽ ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് BSE അടുത്തിടെ പുറത്തിറക്കിയ BSE ഇൻഡെക്സിനെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഹോസ്പിറ്റൽ ഇൻഡെക്സ് എങ്ങനെയാണ് വാങ്ങുക എന്നതിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഇൻഡെക്സ് ഈ ഒക്ടോബർ ആദ്യ മാസത്തിലാണ് അല്ലെങ്കിൽ ആദ്യ വാരത്തിലാണ് ഹോസ്പിറ്റൽ ഇൻഡെക്സ് BSE ലോഞ്ച് ചെയ്തിരിക്കുന്നത്. BSEയുടെ ഇൻഡെക്സ് സർവീസാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഇതുവരെ ട്രാക്ക് ചെയ്യുന്ന ETFകളോ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളോ ഒന്നും തന്നെ ആക്റ്റീവ് ആയിട്ടില്ല. കുറച്ചുകൂടി സമയമെടുത്തിട്ടായിരിക്കാം അത് ആക്റ്റീവ് ആകാൻ പോകുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ BSE ഹോസ്പിറ്റൽ ഇൻഡെക്സ് റീസെൻ്റായിട്ട് പുറത്ത് ട്രാക്ക് ചെയ്യുന്ന ETFകളോ മറ്റോ അവൈലബിൾ ആയി തുടങ്ങും. ഫണ്ട് ഹൗസുകൾ ചിലപ്പോൾ അത് ട്രാക്ക് ചെയ്ത് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. ഇത് 1000 ആണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ജൂൺ 19, 2017 ഇതിൻ്റെ ബേസ് ഡേറ്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ കമ്പനികളാണ് ഇതിൽ ഉൾപ്പെടാൻ പോകുന്നത്. ഹോസ്പിറ്റൽ സെക്ടറിലുള്ള ഡെവലപ്മെൻറ്റ് ട്രാക്ക് ചെയ്യുക, അതിലൂടെ ഡെവലപ്മെൻറ്റ് മുതലാക്കിക്കൊണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് BSE ഇൻഡെക്സ് സർവീസ് ഈ ഒരു ഇൻഡെക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻഡെക്സ് വാങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കാൻ സാധിക്കും. എങ്ങനെയാണോ നിഫ്റ്റി ബീസ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ നിഫ്റ്റി കമ്പനികളിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിക്ഷേപിക്കുന്നത്, അതുപോലെ തന്നെ ഇൻഡെക്സ് ETFകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഡെക്സിൻ്റെ ETFകളോ മറ്റോ വരികയാണെങ്കിൽ അത് വാങ്ങിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽ സെഗ്മെൻറ്റിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും. ഇപ്പോഴത്തെ ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഏകദേശം 15ഓളം കമ്പനികളായിരിക്കും ഈ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് മാറുക. BSE ഹോസ്പിറ്റൽ ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളിൽ അതിൻ്റെ വെയിറ്റേജ് അടക്കം പറയാം. അതിലൊന്ന് ഫോർട്ടിസ് ഹെൽത്ത് കെയർ ആണ്. നമുക്കറിയാം ഒക്ടോബർ ആദ്യ മാസത്തെ സമയത്ത് ഫോർട്ടിസിൽ നല്ല രീതിയിലുള്ള റാലി ഉണ്ടായിരുന്നു. ഫോർട്ടിസ് ആണ് ഈ ഒരു ഇൻഡെക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ. ഏകദേശം 20.91%, ഏകദേശം 21%, 5-1 ഇൻഡെക്സിൽ ഫോർട്ടിസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് മാക്സ് ഹെൽത്ത് കെയർ ആണ്. അവർക്ക് 19.77% വെയിറ്റേജ് ആണ് ഇൻഡെക്സിലുള്ളത്. അപ്പോളോ ഹോസ്പിറ്റലാണ് 19.52% ഇതിൻ്റെ വെയിറ്റേജ് വരുന്നത്. കിംസ് കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 8.67% വെയിറ്റേജ് ഈ ഒരു ഓഹരിക്ക് ഇൻഡെക്സിൽ വരുന്നുണ്ട്. ആസ്റ്റർ DM അതിൽ 7.09%. നാരായണ ഹൃദയാലയ അവർക്ക് 5.94% വെയിറ്റേജ് വരുന്നുണ്ട്. ഗ്ലോബൽ ഹെൽത്ത് അതായത് മേധാന്ത അവർക്കാണ് 5.6%. റെയിൻബോ ചിൽഡ്രൻ 3.43%. ജൂപ്പിറ്റർ ലൈഫ് ലൈൻ ഹോസ്പിറ്റൽസ് 2.89%. ഹെൽത്ത് കെയർ ഗ്ലോബൽ എൻ്റർപ്രൈസസ് 1.70%. ഇങ്ങനെയാണ് ആദ്യത്തെ 10 കമ്പനികൾ വരുന്നത്. ഏതായാലും വരുന്ന ദിവസങ്ങളിൽ ഇത് അടുത്ത് തന്നെ പുറത്തിറങ്ങുന്നതാകും.